all, welcome to Bakes and Treats. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റും മോയിസ്റ്റും ആയിട്ടുള്ള ഒരു കേക്കാണ് റാസ്മലൈ കേക്ക്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആയിട്ട് നമുക്ക് വേണ്ടത് 250 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, 250 ഗ്രാം പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 3 മുട്ട, അര കപ്പ് പാല്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ 3 ടേബിൾ സ്പൂൺ. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 3 മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ആയ ശേഷം നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്യാം. മുട്ട ഇപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞ കളറെല്ലാം മാറി വന്ന് നല്ലൊരു വൈറ്റ് കളർ കിട്ടുന്നവരെ, നല്ല ക്രീമി ആകുന്നവരെ നമ്മൾ ഇതേപോലെ ഹൈ സ്പീഡിലിട്ട് തന്നെ നമുക്കിത് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഹൈ സ്പീഡിൽ ഒരിക്കലും നമ്മൾ കേക്ക് ബാറ്റർ മിക്സ് ചെയ്യാൻ പാടില്ല. മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്ലോറിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് 3 പ്രാവശ്യം സീവ് ചെയ്തെടുക്കണം. നമ്മുടെ ഫ്ലോർ മിക്സ് ഇവിടെ നന്നായിട്ട് സീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ എഗ് ബാറ്ററിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനിയും ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമ്മൾ പതുക്കെ കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്ത് അല്പം പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പമായിട്ട് നമുക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കാം. നമ്മളിത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്ലോർ മിക്സ് ചെയ്യുന്നത് ബാറ്ററിൽ ആദ്യവും അവസാനവും ഫ്ലോർ ആയിരിക്കണം മിക്സ് ചെയ്യേണ്ടത്. ആ രീതിയിൽ വേണം നമ്മൾ ഫ്ലോർ പാർട്ട് ബൈ പാർട്ടായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഞാനൊരു അല്പം പൊടി മാത്രം ബാക്കി വെച്ച് ബാക്കിയെല്ലാം മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബാക്കി പാലും കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഏറ്റവും ലാസ്റ്റിലുള്ള ഫ്ലോറും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഫോൾഡ് ആൻഡ് കട്ട് ചെയ്തെടുക്കും. നമ്മുടെ കേക്ക് ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഫ്ലോറും നമ്മുടെ എഗ് മിക്സും കൂടെ ഇപ്പോൾ നന്നായിട്ട് ഞാൻ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാനിലേക്ക് മാറ്റാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചിൻ്റെ 2 പാനാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിൻ്റെ എയർ ബബിൾസ് കളയാനായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് കിട്ടുന്നത് നമുക്ക് ഫ്ലാറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് നമുക്ക് ഒരു 2 പ്രാവശ്യം കൂടി ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഓവനിൽ വെക്കാം. ഓവൻ ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിതിനി ബേക്ക് ചെയ്യുന്നത് 160 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യുന്നത്, 30 to 35 മിനിറ്റ്സ്. നമ്മുടെ കേക്ക് ഇപ്പം ഞാൻ വെച്ചിട്ട് 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ കേക്കും നല്ല ക്ലിയർ ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ആറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പഞ്ച് കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാം. ഇത് ക്രീം ഇല്ലാതെയും ക്രീമോട് കൂടി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ റാസ്മലൈ കേക്കിന് വേണ്ടിയിട്ടുള്ള ഐസിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. അല്പം യെല്ലോ കളർ കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ബീറ്റ് ചെയ്ത് വരുന്നതനുസരിച്ച് 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം.
നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതാണ്ട് ഇതേപോലെ നല്ല സ്റ്റിഫ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഐസിങ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 10 ഇഞ്ചിൻ്റെ ബോർഡ് എടുത്തിട്ടുണ്ട്. ആദ്യം അതിലേക്ക് നമുക്ക് അല്പം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ നമുക്ക് ആദ്യം വെക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാസ്മലൈയുടെ സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ഓവർനൈറ്റ് വെച്ചാലും വളരെ നല്ലതാണ്. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ബാക്കി ഐസിങ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് രാസ്മലായി ഓരോന്നും ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഡെലീഷ്യസ് ആയിട്ടുള്ള രസ്മലായി കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.